നമസ്കാരം മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് ഇലക്ട്രോകെമിസ്ട്രിയുടെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തില് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യണത്. അതിനുശേഷം നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോകെമിസ്ട്രി അത്രയും പെട്ടെന്ന് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചർ ഓർഗാനിക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ അൽക്കെൻസ് ഹലോ അലൈൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോകെമിസ്ട്രിയില് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ്, പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ലോഗിന്റെ ഒക്കെ എന്താണ് ലോഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ മെത്തേഡുകൾ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഓർത്ത് വെക്കുക. അത്രമാത്രം ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്. സിമ്പിൾ ആണ്. എല്ലാ കൊല്ലം ഒരു 3-4 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കള് ഈ എന്താണ് ഫിസിക്കലിന്റെ ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നോക്കാം മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറയാണ്. ഇപ്പൊ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് the Gibbs energy for the decomposition of Al2O3 at 500 degrees Celsius is as follows. 2/3 Al2O3 gives 4/3 Al plus O2. Delta Gr is equal to positive 960 kg per mole. The potential difference needed for the electric reduction of Al2O3 at 500 degrees Celsius. അവിടുത്തെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. E0 കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം, നമുക്കറിയാം ഗിബ്സ് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് NF E0 എന്നാണ്. അതിൽ E0 ആണ് കണ്ടുപിടിക്കേണ്ടത്. E0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഡിവൈഡ് ബൈ NF. ഇതാണ് പറഞ്ഞത്, ഡെൽറ്റ ജി ഡിവൈഡ് ബൈ NF ആണ്. ദെൻ ഇത് നമുക്ക് F അറിയാം. F എന്ന് പറയുന്നത് എത്രയാണ്? F എന്ന് പറയുന്നത് 96500 ആണ്. ഇതില് ഡെൽറ്റ ജി തന്നിട്ടുണ്ട് എത്രയാണ്? 960 കിലോ ജൂളാണ്. പെർ മോളിലേക്കൊക്കെ മാറ്റി നമുക്ക് ഇൻറ്റു ജൂളിലേക്ക് ആക്കുമ്പോൾ 1000 ആണ് വരിക. ദെൻ n കണ്ടുപിടിക്കണം മക്കളെ, n കണ്ടുപിടിക്കണം. അവിടെയാണ് കണ്ടീഷൻ, n കണ്ടുപിടിക്കണം. n ഫൈൻഡ് ചെയ്താൽ ഇവിടെ 2/3. അപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് വരാണ്. എന്താണ് 2/3 Al2O3 gives 4/3 Al plus O2. ഇതിന്റെ n കണ്ടുപിടിക്കാൻ പറ്റില്ല, n ഫാക്ടർ കണ്ടുപിടിക്കാനാണല്ലോ. അപ്പൊ n ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ -6 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. -6/2 എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് Al2 വരെ. അലുമിനിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. ആ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0യിലേക്കാണ് മക്കളെ പോകുന്നത്. 0യിലേക്കാണ് പോകുന്നത്. ഇനി നോക്കുക, ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട് ടോട്ടല്? 2/3 × 2 ആണ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ്, അപ്പൊ ആദ്യം കണ്ടുപിടിക്കണം നമ്പർ ഓഫ് അലുമിനിയം ആറ്റംസ്. അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് 2/3 ഇൻറ്റു എന്താ മക്കളെ 2 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 4/3 ആയിട്ട് വന്നു. എത്രയാണോ മക്കളെ? 4/3 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് n ഫാക്ടർ കണ്ടുപിടിക്കാം. n ഈസ് ഈക്വൽ ടു എന്നുള്ളത് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻറ്റു 3 ആണ് വരിക. ഇൻറ്റു 4/3 ആണ് വരിക. ഇൻറ്റു ആറ്റം, നമ്പർ ഓഫ് ആറ്റം. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ൽ നിന്ന് 0യിലേക്ക് വരുന്നപ്പോൾ എന്താ? 3 - 0 എന്ത് വരും? 3 × 4/3 എന്ത് വന്നു? n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 4 വന്നു. അപ്പൊ എല്ലാം കിട്ടിയ മക്കളെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നെഗറ്റീവ് ഡെൽറ്റ ജി ബൈ എന്താണ് ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? 960 × 1000 ഡിവൈഡഡ് ബൈ n എത്ര മക്കളെ? 4 × 96500 ആണ്. കട്ട് ചെയ്ത് പറഞ്ഞു മക്കളെ, 0 കട്ട് ചെയ്തു. 4 ഇത് എത്ര വട്ടം പോയി? 24 ടൈംസ് പോയി. 2400 ഡിവൈഡ് ബൈ 965 വരും മക്കളെ. അപ്പോ ഇതിന് എത്ര വരിക? 96 × 5 2 വരുമ്പോ 2.48 വരും. 2.48 സംതിങ് വരും കേട്ടോ. അപ്പോ അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്താം? 2.5 ആക്കി എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതാ വരിക മക്കളെ? 2.5 വോൾട്ട് ആണ് വരിക. ഏതൊരു മക്കളെ? 2.5 വോൾട്ട് ആണ് നമുക്ക് വരിക ആൻസർ. 2.5 വോൾട്ടിലേക്കാണ് ആൻസർ. കിട്ടിയില്ലേ മക്കളെ? അപ്പോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ 100ലേക്ക് 1000ലേക്ക് എന്താണ് ഡെൽറ്റ ജി കിലോ ജൂളിൽ തന്നെ കാണാം. അതിനെ 1000ലേക്ക് മാറ്റണം. പിന്നെ ഈ നമ്പർ ഓഫ് എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അതായത് n ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. n ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അതെന്താണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക, പിന്നെ ചാർജ് ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ ആണ്. ശരി.
2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2014 ഒരു ക്വസ്റ്റ്യൻ ആണ്. If the cell E0 for a given reaction has a negative value, which of the following gives the correct relationship for the value of delta G naught and K? അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെയും ഗിബ്സ് ഫ്രീ എനർജിയുടെയും റിലേഷൻഷിപ്പ് ഇതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? E0 സെൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ജി നോട്ട് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എൻഎഫ് E0 സെൽ ആണ്. അപ്പൊ നെഗറ്റീവ് എൻഎഫ് E0 സെൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വന്നു? നെഗറ്റീവ് എൻഎഫ് നെഗറ്റീവ് E0 സെൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എൻഎഫ് E0 സെൽ എന്ന് തോന്നുന്നു. അതായത് ഡെൽറ്റ ജി എന്ന് പറയുന്ന വാല്യൂ എന്തായി? പോസിറ്റീവ് ആയി. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോ എയും സിയും ആവാം ഓപ്ഷൻ, ഡിയും ബിയും എന്തായാലും ആവില്ല. ഡിയും ബിയും എന്തായാലും ഓപ്ഷൻ ആവില്ല എന്നുള്ളത് ഉറപ്പായി. ഇനി ഈ രണ്ടെണ്ണത്തില് 1നേക്കാൾ ലെസ് ദാൻ വാല്യൂ ആണോ 1നേക്കാൾ ഗ്രേറ്റർ ദാൻ വാല്യൂ ആണോ കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരാന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താ? EQ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നോക്കിയാൽ മതി. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് NRT ലോഗ് KEQ എന്നാണ് വരിക. അപ്പൊ ഡെൽറ്റ ജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് വരണം. നെഗറ്റീവ് വാല്യൂ വരണമെങ്കിൽ EQ എന്നിൽ നെഗറ്റീവ് വരില്ല, ആറിന് നെഗറ്റീവ് വരില്ല, ടിക്ക് നെഗറ്റീവ് വരില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് നെഗറ്റീവ് വാല്യൂ വരിക? നെഗറ്റീവ് വാല്യൂ ഫോർ എന്തായിരിക്കും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ ജിക്ക് നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. ഇവിടെ ഡെൽറ്റ ജിക്ക് പോസിറ്റീവ് വാല്യൂ ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 0-ലല്ല 1-ലാണ് പറയുന്നത്. അപ്പൊ EQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? EQ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ ഏതാ വാല്യൂ വരെ മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആണ് കേട്ടോ മക്കളെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്നതേ ഉള്ളൂ. എന്താണ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് 2017 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റില് 2017-ലും 2003-ലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്. 2017-ലും 2003-ലും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽ Sudden bar sudden SO4 0.01 molar, double bar CuSO4 1 molar bar Cu. Then EMF of the Daniell cell is E1. When the concentration of zinc SO4 is changed to 1 molar and that of CuSO4 changed to 0.01 molar, the EMF changes to E2. From the following, which one is the relationship between E1 and E2? എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷനിൽ എന്താണ്? ZnSO4-ന്റെ 0.1 മോളാർ കോൺസെൻട്രേഷനും CuSO4-ന്റെ 1 മോളാർ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ E1 എന്ന് പറയുന്ന ഒരു EMF കിട്ടും, നമുക്ക് സെൽ EMF കിട്ടും. എങ്കിൽ അത് തിരിച്ച് എന്താണ്? ZnSO4-ന്റെ 1 മോളാറും CuSO4-ന്റെ 0.011 മോളാറും കിട്ടുകയാണെങ്കിൽ EMF എന്ന് പറയുന്നത് E2 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് EMF എന്ന് പറയുന്നത് E1-ഉം രണ്ടാമത്തെ EMF എന്നത് E2 ആണ്. ആ രണ്ട് കണ്ടീഷനിൽ വരുന്നത് ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്കറിയാം, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നതും നമുക്ക് രണ്ട് ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എന്താണ്? നേൺസ് ഇക്വേഷനിലൂടെയാണ് നമ്മൾ ഇക്വേഷൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? നേൺസ് ഇക്വേഷനിലൂടെയാണ്. അപ്പോ ഫസ്റ്റ് E സെൽ ഈസ് ഈക്വൽ ടു പറയുന്നത് ഈ ഒരു സെല്ലിന്റെ എന്താണ് നേൺസ് ഇക്വേഷൻ എഴുതി വെക്കാനുള്ളതാണ്. E0 സെൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ 2 ആണ്. രണ്ട് ഇലക്ട്രോണുകളാണ് ഇവിടെ, ഇലക്ട്രോണുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ എഴുതാണെങ്കിൽ Zn plus Cu2 plus gives Zn2 plus Cu എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വരിക അല്ലെ. Zn എന്താണ്? 2 plus ആയി മാറി. Zn 2 plus ആയി മാറി. Cu2 plus Cu ആയിട്ട് മാറി. അതാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ലോഗ്
എന്താണ് മക്കളെ log z 2 plus bar cu 2 plus എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് എന്താണ് പ്രൊഡക്റ്റിന് സൈഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എടുക്കുന്ന Z 2 പ്ലസ് ആണ്, റിയാക്ടീവ് സൈഡിൽ എടുക്കുന്ന Cu 2 പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ കോൺസെൻട്രേഷൻസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ E1 is equal to E0 cell minus 0.0591 divided by 2 log Z2 plus ന്റെ ഫസ്റ്റത്തെ കോൺസെൻട്രേഷൻ എത്രയാണ് മക്കളെ 0.01 divided by 1 ആണ്. അപ്പൊ 0.01 നമ്മൾ 0.01 divided by 1 എന്ന് പറയുമ്പോൾ ഇൻറ്റു എത്രയാണ് മക്കളെ 100 ഇൻറ്റു 100 വരും. എടുക്കുമ്പോൾ നമ്മൾ എന്താ വരിക 0 ഇതെന്തായി ഇത് 1 വരെ ആയിട്ട് വന്നു ഡിവൈഡ് ബൈ 100 എന്ന് വന്നു. അപ്പൊ 100 നമുക്ക് എന്താണ് 10 raised to 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 10 raised to 2 എന്ന് എഴുതാം. മുകളിലേക്ക് പോകുമ്പോൾ അതെന്താണ് 10 raised to -2. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും E0 cell is minus 0.0591 divided by 2 log 1 by 10 raised to 2 എന്ന് എഴുതാനായിട്ട് പറ്റും. 1 by 100 എന്ന് വരും 1 by 10 raised to 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അതാണ് മുകളിലേക്ക് വരുമ്പോൾ എന്താണ് is equal to E0 cell minus 0.0591 divided by 2 log 10 raised to -2 എന്ന് എഴുതാൻ പറ്റും. 10 raised to -2 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ log ന് 10 to the power എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 10 ന്റെ എടുക്കുകയാണെങ്കിൽ 10 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 10 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. log 10 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരിക. log 10 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് വരിക. അങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ log 10 raised to -2 എന്ന് പറഞ്ഞാൽ -2 വരും. -2 ആണ് വാല്യൂ വരിക. -2 കൂട്ടിയാണ് നമ്മളിവിടെ എന്താണ് E0 cell minus 0.059 by 2 -2 എന്ന് കൊടുത്തു. അപ്പൊ ഈ -1 ഇങ്ങോട്ട് വന്നത് മൈനസ് ഇങ്ങോട്ട് വരുമ്പോ എന്തായി മക്കളത് E0 cell minus E0 cell minus into minus എന്ന് പറയുന്നത് പ്ലസ് ആയി 0.059 divided by 2 into 2 എന്ന് രണ്ടുകൂടി ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമുക്ക് E1 ന് റിലേഷൻ കിട്ടി. E1 ന് റിലേഷൻ കിട്ടി. നമ്മൾ എന്താ ചെയ്തത് E1 is equal to E0 cell plus 0.059 എന്ന് കിട്ടി. 0.059 എന്ന് കിട്ടി മക്കളെ എഴുതിയില്ലേ. അപ്പൊ നമ്മളവിടെ വെച്ചു. അപ്പൊ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. നമുക്ക് പ്ലേസ് ചെയ്യാത്ത ടീച്ചർ മാർച്ചിട്ട് എഴുതാൻ പോകണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താ E1 is equal to E0 cell plus 0.059 എന്ന് കിട്ടി. ഇത് മാറ്റി ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയാം. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നത് എഴുതിയെടുക്കുക കേട്ടോ. രണ്ടാമത്തെ കണ്ടീഷൻ പറയാണ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു E2 കൊടുത്തു. E2 കൊടുത്തപ്പോ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു. എന്താണ് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ട് 1 by 0.01 ആയി. 1 by 0.01 ആയി. അപ്പൊ എന്ത് വരും മക്കളെ 10 raised to 2 തന്നെ വരും. 10 raised to 2 തന്നെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ഇതിനെന്തായി 10 raised to 0.1 by 100 എന്ന് വരും. അപ്പോ എന്താ സോറി 100 by 1 എന്ന് വരും അല്ലെ. 100 by 1 എന്ന് വരും. മുകളിൽ 100 വരും. അപ്പൊ എന്താ E2 is equal to E0 cell minus 0.059 divided by 2 log എന്ത് വരും ഇവിടെ ഇൻറ്റു 100 കൊടുത്തു. ഇവിടെ ഇൻറ്റു 100 കൊടുക്കുമ്പോൾ എന്ത് വന്നു 100 by 1 വന്നു. 100 by 1 E2 is equal to E0 cell minus 0.059 divided by 2 log 10 raised to 2 എന്ന് വരും. അപ്പൊ E2 is equal to E0 cell minus 0.059 divided by 2 into 2 എന്ന് വരും. log 2 raised to 2 എത്രയാണ് 2 ആണ് വരിക. ക്യാൻസൽ ചെയ്ത് എന്ത് വരിക E2 എന്ന് പറയുന്നത് E0 cell minus 0.059 എന്ന് കിട്ടി. അപ്പൊ E2 നുള്ള ഇക്വേഷൻ കിട്ടി. അപ്പൊ E2 ന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞാൽ E2 is equal to E0 cell minus 0.059. അപ്പൊ 0.0 cell എന്ന് പറയുന്നത് E0 cell എന്ന് പറയുന്നത് എന്താണ് രണ്ടിലും സെയിം കോമൺ ആണ്. പക്ഷെ E1 ൽ വരുമ്പോ 0.059 ആഡ് ചെയ്യുകയും E2 ലേക്ക് വരുമ്പോ 0.059 കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ E1 ആവില്ലേ വലുത് E2നേക്കാളും. E1 വലുത് എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാണ് ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി മക്കളെ നിങ്ങൾക്ക് ലോഗ് കണ്ടുപിടിക്കാനും ആന്റി ലോഗ് കണ്ടുപിടിക്കാനും ഒക്കെ അറിയണില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചർ ഓരോ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾസ് തരുന്നുണ്ട്. ഓരോ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാമ്പിൾസ് പറയുമ്പോൾ കൈനറ്റിക്സിലായാലും ടീച്ചർ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഇനി നിങ്ങൾക്ക് ലോഗ് കണ്ടുപിടിക്കാനും ആന്റി ലോഗ് കണ്ടുപിടിക്കാനും എന്താണ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡൗട്ട് ഉള്ള സ്ഥിതിക്ക് ടീച്ചർ എന്തായാലും അതിന്റെ ഒരു എന്താണ് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ടീച്ചർ വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ടീച്ചർ അത് പറയാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലോഗിന്റെ വാല്യൂസ് നിങ്ങൾക്ക് തരും, നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ലോഗിന്റെ വാല്യൂസ് തരും. അല്ലെങ്കിൽ വരുന്ന ലോഗ് ആന്റി ലോഗ് എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ എന്തായിരിക്കും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും വരും. 10, 1 അതൊക്കെ ആയിരിക്കും വരാം. പിന്നെ 5ന്റെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ട്രിക്ക് ടീച്ചർ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്യാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനൊരു ആന്റി ലോഗ് ലോഗിന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ്, നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പ്രോബ്ലത്തിലൂടെ പറഞ്ഞു തരുന്നതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് ടീച്ചർ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാൻ നോട്ടി തിരക്കാം. ശരി, അടുത്ത് നോക്കാം മക്കളെ. 2019 കീമിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2019 കീമിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019 വന്നാണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെൽ E0 സെൽ ഓഫ് ദി ഫോളോയിങ് സെൽ. ഇ സെൽ ഓഫ് ദി ഫോളോയിങ് സെൽ. ഈ തന്നിരിക്കുന്ന സെല്ലിന്റെ ഇ സെൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ എന്താണ് ഹൈഡ്രജൻ തന്നെയാണ് ആനോഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ് കാഥോഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം E0 സെൽ എന്ന് പറയുന്നത് എന്താണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് സീക്വൽ എന്തായിരിക്കും 0 ആയിരിക്കും. രണ്ടും 0 വരെ വരുന്നത്. അപ്പൊ 0 ആയിരിക്കും വരാം. ഇനി നമ്മൾ ഈ സെൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ സെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ലേൺസിഫിക്കേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ് വരിക മക്കളെ? കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്? ആനോഡിന്റെയാണ് വരിക. ആനോഡിന്റെ കോൺസെൻട്രേഷൻ വരുമ്പോൾ എന്താണ് 1 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് 0.01. ഇതാണ് രണ്ട് കണ്ടീഷൻ. അത് 0.1 ഇല്ല, 0.1 ആണ്. അതായത് ആനോഡിലെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലിരിക്കുന്ന കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ എന്താണ് റിഡക്ഷൻ സ്റ്റേറ്റിലിരിക്കുന്ന കോൺസെൻട്രേഷൻ 1/0.1 എന്ന് വരും. അപ്പൊ ഇനി നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എത്രയാണ് മക്കൾ? നമുക്കറിയാം 1+ ആണ്, 1+ ആണ്. അപ്പൊ എത്രയാണ്? ഇ സെൽ എന്ന് പറയുന്നത് നമുക്ക് E0 സെൽ 0 ആണ്, മൈനസ് 2.303 RT ഡിവൈഡ് ബൈ 1 into F എന്ന് പറയാനായിട്ട് സാധിക്കും. 1 into F എന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലോഗ് എന്താണ് 10/1 വരും അല്ലെ. അതായത് ഇൻറ്റു 10 ഇവിടെ ഇൻറ്റു 10 ഇട്ട് കൊടുക്കും. അപ്പൊ 10/1 വരും. അതായത് 10⁻1 എന്നുള്ള അർത്ഥം വരും. അപ്പൊ എന്താ വരുന്നു? നെഗറ്റീവ് 2.303 RT ഡിവൈഡ് ബൈ F ലോഗ് 10⁻1. 10⁻1 എന്ന് പറഞ്ഞാൽ മക്കളെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 10⁻1 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ വരും -2.303 RT ഡിവൈഡ് ബൈ F into 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താ ഉത്തരം? നെഗറ്റീവ് 2.303 RT ഡിവൈഡ് ബൈ F എന്ന് വരും. അത് നോക്കുമ്പോൾ ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് കേട്ടോ മക്കളെ, സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. 2019 വന്നാണ് ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുള്ളൂ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് 2019 വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ മെറ്റീരിയൽ ഉണ്ട്, മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ശരി.